ADGP അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. മലപ്പുറം SP നേരത്തെ ഉണ്ടായിരുന്ന SP ഇപ്പോഴുള്ള SP PV അൻവറിന് ഇഷ്ടമല്ല, കണ്ടുകൂടാ എന്നുള്ളത് മാത്രം. അതിനിടയ്ക്ക് ശശിധരൻ എന്ന് പറഞ്ഞ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പൈസയുടെ അഴിമതിയില്ലാത്ത ആളാണ്. അങ്ങനെ ഒരാളെ സ്ഥലം മാറ്റിയതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നയ സമീപനങ്ങളിൽ യാതൊരു മയവും ഉണ്ടായിട്ടില്ല. അൻവറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മലപ്പുറം SP മാറ്റി, മുൻ SP സസ്പെൻഡ് ചെയ്തു. മലപ്പുറത്തുണ്ടായിരുന്ന എല്ലാ DYSPമാരെയും പിണറായി വിജയൻ സ്ഥലം മാറ്റി. അവിടെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ, ഹെഡ് കോൺസ്റ്റബിൾമാർ, വേണ്ടി വന്ന കോൺസ്റ്റബിൾമാരെ കൂടി മാറ്റാൻ തയ്യാറാണ്. പക്ഷേ ADGPയെ തൊട്ട് കളിക്കരുത്. ADGP അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതിനേക്കാൾ പ്രിയങ്കരനായ വ്യക്തിയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. ഈ രണ്ടുപേരൊഴിച്ച് വേറെ ആരെ വേണമെങ്കിലും കുരുതി കൊടുക്കാൻ മുഖ്യൻ തയ്യാറാണ്. ഇവർ രണ്ടുപേരും അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുൻ SP പോയി, നിലവിലുള്ള SP സ്ഥലം മാറ്റി, ഇനി ADGPയെയും അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തീർത്താൽ തീരുന്നതല്ല അദ്ദേഹത്തിൻ്റെ കലി. അദ്ദേഹത്തിന് വേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയോടാണ് വൈരാഗ്യം, അല്ലാതെ ADGPയോടല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയോടുമല്ല. അവരൊക്കെ കാണപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് മുഖ്യനെയാണ്. നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരമാണ്. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഒരു MLA സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസ് മേധാവിയെ മാറ്റി, മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 DYSPമാരെ മാറ്റി, അതും മനസ്സിലാക്കാം. ജില്ലയിലെ എല്ലാ DYSPമാരെയും മാറ്റുന്നു. അവർ ചെയ്ത തെറ്റെന്താണ്? അതിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുള്ള DYSP ഉണ്ട്, ഇൻ്റലിജൻസ് DYSP ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ DYSP ഉണ്ട്, താനൂർ DYSP ഉണ്ട്, പൊന്നാനി DYSP ഉണ്ട്. അങ്ങനെ ഏതൊക്കെ DYSPമാരുണ്ട് അവരൊക്കെ സ്ഥലം മാറ്റുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. മലപ്പുറം ജില്ലയിൽ വലിയ എന്തൊക്കെയോ കൊള്ളരായ്മകൾ നടക്കുന്നു. അതുകൊണ്ട് ജില്ലയിലെ പോലീസ് നേതൃത്വം ആകമാനം അഴിച്ചു പണിയുന്നു എന്നുള്ളതാണ് പുറമെ കൊടുത്തിട്ടുള്ള ഒരു ധാരണ. ഇതിൽ ഒരേ ഒരു കാര്യമുള്ളൂ. അതിൽ എന്താ വെച്ചാൽ മലപ്പുറം SP നേരത്തെ ഉണ്ടായിരുന്ന SP ഇപ്പോഴുള്ള SP PV അൻവറിന് ഇഷ്ടമല്ല, കണ്ടുകൂടാ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു MLA ഒരു ജനപ്രതിനിധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാറ്റുന്ന ചരിത്രമില്ല. അതിനിടയ്ക്ക് ശശിധരൻ എന്ന് പറഞ്ഞ വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പൈസയുടെ അഴിമതിയില്ലാത്ത ആളാണ്. അങ്ങനെ ഒരാളെ സ്ഥലം മാറ്റിയതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞിട്ടുണ്ട്. സതീശന് ഈ ശശിധരനെ നേരിട്ടറിയാവുന്നതാണ്. കാരണം അദ്ദേഹം നേരത്തെ പറവൂരിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സബ് ഇൻസ്പെക്ടറായിട്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ടും DYSP ആയിട്ടും ഒക്കെ ജോലി ചെയ്ത കാലത്ത് സൽപ്പേര് മാത്രം സമ്പാദിച്ചിട്ടുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് IPS കൺഫർ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അൻവറിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഈ നാട്ടിലെ മതമൗലികവാദികൾ, മത തീവ്രവാദികൾ, മതരാഷ്ട്രവാദികൾ എല്ലാവരും, നമുക്ക് ഒറ്റ വാക്കിൽ ജിഹാദികൾ എന്ന് പറയാം, അവരെല്ലാവരും ശശിധരനെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റിനെയും എനിക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹം പറവൂരിൽ മജിസ്ട്രേറ്റായിട്ട് ജോലി ചെയ്തതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി. അദ്ദേഹത്തെ ഇവിടുത്തെ സ്ഥലം മാറ്റി, സസ്പെൻഡ് ചെയ്തില്ല, അന്വേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തെളിഞ്ഞില്ല. ചില കുറ്റാരോപണങ്ങൾ തെളിഞ്ഞു. എന്തോ ചെറിയ ശിക്ഷയോ താക്കീതോ കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് എതിരായിട്ട് ഈ ശശിധരൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത അദ്ദേഹത്തിൻ്റെ കോടതിയിലെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് APP ആണ്, വനിതാ APP ആണ് പരാതി കൊടുത്തത്. പരാതിയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രതികളോട് അതിര് കടന്ന അനുകമ്പ കാണിക്കുന്നു, സഹാനുഭൂതി പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. APP രേഖാമൂലമാണോ അതോ വാക്കാലാണോ പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. അന്ന് NK ബാലകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നു ഹൈക്കോടതിയിൽ വിജിലൻസ് രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചത്. വിജിലൻസ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സബോർഡിനേറ്റ് ജുഡീഷ്യറിലെ ജീവനക്കാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ന്യായാധിപന്മാർക്ക് എതിരായിട്ട് പരാതി വരികയാണെങ്കിൽ
അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. പിന്നീട് ഈ ബാലകൃഷ്ണൻ കേരള ഹൈക്കോടതി ജഡ്ജിയായി. പിന്നീട് അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അംഗമായി എന്നാണ് എൻ്റെ അറിവ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് പരാതി വന്ന് അദ്ദേഹം പറവൂരിൽ മാത്രമല്ല ഈ പ്രത്യേക മജിസ്ട്രേറ്റ് മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിലെയും ഫയലുകൾ പരിശോധിച്ചു. അതിനുശേഷമാണ് കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രത്തിൽ ആരോപിച്ചത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇദ്ദേഹം വിവേചനപരമായി പെരുമാറുന്നു, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അത്രയും ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് വിജിലൻസ് രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം കൊടുത്തത് ശശിധരനല്ല. ഏതായാലും അതിൻ്റെ പഴി ഇപ്പോൾ ശശിധരൻ്റെ മേലാണ് ഇദ്ദേഹം തീർക്കുന്നത്. ഈ പാനായിക്കുളം തീവ്രവാദ കേസ് അന്വേഷിച്ചത് ശശിധരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിലെ ഏതാനും പ്രതികളെ NIA കോടതി വെറുതെ ചാർജ് ചെയ്തത് NIA ആണ്. ആദ്യത്തെ പ്രാഥമിക അന്വേഷണം മാത്രമേ ശശിധരൻ നടത്തിയുള്ളൂ. അദ്ദേഹം NIA ഉണ്ടായിരുന്ന ആളല്ല. ചാർജ് കൊടുത്ത് NIA ആണ്, വിചാരണ നടത്തിയത് NIA കോടതിയിലാണ്. ഏതാനും പ്രതികളെ ശിക്ഷിച്ചതും മറ്റ് പ്രതികളെ വെറുതെ വിട്ടതും NIA കോടതിയാണ്. അപ്പീലിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതും ഹൈക്കോടതിയാണ്. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. അത് ശരിയാണ്. ഒരു കേസിൽ പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറ്റമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. കുറ്റമുണ്ടായിരുന്നു. കുറ്റം കോടതിയിൽ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ്. അതെന്തുമാട്ടെ പരാതി കൊടുത്തത് APP ആണ്. അതിന് ശശിധരൻ ഒരു സംഘി മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഈ റിട്ടയർ ചെയ്ത ജുഡീഷ്യൽ ഓഫീസർ പരാതി പറയുന്നത് വളരെ ബാലിശമാണ്. അദ്ദേഹം TV ചാനലിൽ വന്ന് പറയുന്നത് അതിനേക്കാൾ കഷ്ടമാണ്. എത്രയോ കേസുകൾ പ്രോസിക്യൂഷൻ്റെ പരാജയം കൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ട്. എത്രയോ കേസുകൾ പോലീസ് അന്വേഷണത്തിൻ്റെ പോരായ്മ കൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ട്. എത്രയോ കേസുകൾ ന്യായാധിപന്മാർ പക്ഷപാതപരമായിട്ട് അല്ലെങ്കിൽ പ്രതികളോട് ദീനാനുകമ്പ പുലർത്തിയതുകൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ട് നമുക്കറിയാം. ഇതൊന്നും അറിയാത്ത ആളല്ല. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ തെറ്റാണ്, ബാലിശമാണ്. അതിൽ കൗതുകകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഏത് സംഘടനയുടെ മീറ്റിങ്ങിലാണ് പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് നോക്കിയാൽ മതി. അത് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സാമുദായിക പക്ഷപാതിത്വം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റായ വഴിക്ക് പോകുന്ന ആളാണ്, അല്ലെങ്കിൽ സംഘി ചിന്താഗതിയുള്ള ആളാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. മുൻ മന്ത്രി KT ജലീൽ ഈ വിഷയത്തിൽ വളരെ വികാരവിക്ഷുബ്ധനായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊക്കെ കണ്ടു. അദ്ദേഹം പറയുന്നത് ഒരു മജിസ്ട്രേറ്റ് ഇങ്ങനെ പറഞ്ഞു, മജിസ്ട്രേറ്റിനെതിരായിട്ട് കേസ് കൊടുത്തൂടെ എന്നാണ്. സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് ഇരുന്ന മജിസ്ട്രേറ്റിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? പോലീസ് ഉദ്യോഗസ്ഥൻ മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ തന്നെ സർക്കാരിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ അനുവാദം ചോദിച്ചാൽ കേരള സർക്കാർ കൊടുക്കൂ. ജലീൽ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളല്ലേ. അതുമാത്രമല്ല, ഈ ശശിധരനെ കൺഫേർഡ് IPS കാരൻ എന്നാണ് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. KT ജലീലല്ല, മിക്കവാറും എല്ലാ ആളുകളും എങ്ങനെയാണ് അധ്യാപകരാകുന്നത് നമുക്കറിയാം. അങ്ങനെ അധ്യാപകനായ ജലീൽ ഈ PSC പരീക്ഷ എഴുതി. അത് എഴുത്ത് പരീക്ഷ മാത്രമല്ല, ഇൻ്റർവ്യൂ ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് പരിശോധിക്കണം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മീറ്റർ ഓടണം എന്നൊക്കെയുണ്ട്, ഇത്ര ദൂരത്തിൽ ചാടണം, കയറിൽ പിടിച്ച് കയറണം. ഇതൊക്കെ തെളിയിച്ചതിന് ശേഷമാണ് ഒരാൾ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ ആവണം, അത് കഴിഞ്ഞ് DYSP ആവണം, അത് കഴിഞ്ഞ് IPS ഇല്ലാത്ത സൂപ്രണ്ട് ആകണം, പിന്നെയാണ് IPS കിട്ടുന്നത്. ഇവരോട് താരതമ്യം ചെയ്യുമ്പോൾ അജിത് കുമാറും P ശശിയൊക്കെ താരതമ്യേന നിസ്സാരന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ യോഗ്യന്മാരാണെന്നുള്ളതല്ല. ഈ പിണറായി വിജയനോട് പല കാര്യത്തിലും എതിർപ്പുള്ള ആളാണ് ഞാൻ. അദ്ദേഹം കേരളം കണ്ട വളരെ മോശം മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. പക്ഷേ പിണറായി വിജയനെ ഇപ്പോൾ എതിർക്കുന്ന ആളുകളോട് താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ദൈവപുത്രനാണ്. കാരണം അദ്ദേഹത്തിനേക്കാൾ വഷളന്മാരാണ്, അദ്ദേഹത്തെക്കാൾ സ്ഥാപിത താല്പര്യങ്ങളുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നത്. യാതൊരു സംശയവുമില്ല ഈ കാര്യത്തിൽ.